നമ്മുടെ ഇന്നർവീലിൻ്റെ 20ാമത്തെ വർഷത്തെ ഇൻസ്റ്റലേഷൻ ഫംഗ്ഷന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ശിവപ്രിയ ശ്രീജിത്ത്, ഇപ്രാവശ്യത്തെ പ്രസിഡന്റാണ്. ഞങ്ങളുടെ ഭാരവാഹികൾ സജുല സതീഷ്, സെക്രട്ടറി സബിത ഹരി, ട്രഷറർ ആൻഡ് വീനസ് ആൻറ്റി, ISO. ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ ഇന്നർവീൽ എന്ന സംഘടന 20ാമത്തെ വർഷത്തിലേക്ക് വളരെ വിജയകരമായി കടന്നിരിക്കുകയാണ്. അതിൻ്റെ അഭിമാനവും സന്തോഷവും ഒക്കെ ഞങ്ങൾക്കുണ്ട്. ആ 20ാമത്തെ വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ തീം എന്താണെന്ന് വെച്ചാൽ ഗ്രോ ആൻഡ് ഫ്ലറിഷ്, പടർന്ന് പന്തലിക്കുക. അപ്പോൾ നമ്മൾ പഴയ പ്രസിഡന്റായ ആൾക്കാരെ ആദരിക്കുകയും പുതിയ മെമ്പർഷിപ്പ് കൂട്ടുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. അതേപോലെ ഞങ്ങളുടെ ക്ലബിൽ വളരെ അധികം സന്തോഷം വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ക്ലബിൽ ആദ്യമായിട്ട് ഒരു മെമ്പറിനെ ഡിസ്ട്രിക്റ്റിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സജിത മധുസൂദൻ എന്നാണ് അവരുടെ പേര്. അതും ഞങ്ങൾക്ക് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ അജണ്ട എന്താ വെച്ചാൽ ഡയാലിസിസ് ചെയ്യുന്ന നിർധനരായ രോഗികളെ സഹായിക്കുക എന്നാണ്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക നമ്മുടെ സെക്രട്ടറി സജുല സതീഷ് ആയിരിക്കും. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് സജുല. ഒറ്റപ്പാലം ഇന്നർവീൽ ക്ലബിൻ്റെ 2025-26 വർഷത്തെ സെക്രട്ടറിയാണ് ഞാൻ. ഇന്റർനാഷണൽ ഇന്നർവീൽ എന്ന ഒരു ആഗോള വനിതാ സംഘടനയുടെ ഒറ്റപ്പാലത്തെ ഭാഗമാണ് ഇന്നർവീൽ ക്ലബ് ഓഫ് ഒറ്റപ്പാലം എന്ന് പറയുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും മാനസികവും ശാരീരികവും ആരോഗ്യപരവുമായിട്ടുള്ള ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയാണ് ഇന്നർവീൽ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. ഇതേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ സംഘടനയും കൂടിയാണ് ഇന്നർവീൽ ക്ലബ്ബ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഏറ്റവും അർഹരായ മറ്റ് വ്യക്തികൾക്കും കുട്ടികൾക്കും അവരുടെ രോഗനിർണയം, ചികിത്സ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഇന്നർവീൽ ക്ലബ്ബ് സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒറ്റപ്പാലത്തും വാണിയംകുളത്തുമുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് സാമ്പത്തിക സഹായങ്ങളും അതേപോലെ ഓണക്കിറ്റ് വിതരണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അംഗനവാടികൾ മുതൽക്കുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾക്കായിട്ട് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക, അവർക്ക് മറ്റ് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുക, രോഗചികിത്സയ്ക്കുള്ള സാമ്പത്തിക സഹായങ്ങളടക്കം നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇനി 2026-27 എന്ന ഈ ഇന്നർവീൽ പ്രവർത്തന വർഷത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വൃക്ക രോഗ ചികിത്സ, നിർണയം, ചികിത്സ എന്നീ കാര്യങ്ങളിലാണ്. ഇതേ ഉദ്ദേശത്തോടെ ജീവൻധാര എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കി വരുന്നുണ്ട്. സമൂഹത്തിലെ ഒരു ദുർബല വിഭാഗത്തിന്റെ ആരോഗ്യ പരിപാലനം, അവരുടെ സാമൂഹിക ഉന്നമനം, സാമൂഹിക ക്ഷേമം എന്നീ ലക്ഷ്യങ്ങളോടെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന പദ്ധതിയാണ്. അതോടൊപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യരംഗത്തെ പ്രമുഖരായ ഏറ്റവും അർഹരായ വ്യക്തിത്വങ്ങളെ ആദരിക്കുക, അവരെ അനുമോദിക്കുക എന്നൊരു കാര്യം കൂടി നമ്മൾ ഈ ജീവൻധാര പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജീവൻധാര പ്രോജക്റ്റ് കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഇന്നർവീൽ ക്ലബ്ബ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും സേവനങ്ങളും ഈ ഇന്നർവീൽ പ്രവർത്തന വർഷത്തിലും പൂർവാധികം അർപ്പണ മനോഭാവത്തോടെയും ആത്മാർത്ഥതയോടെയും ചെയ്തു വരും. ഇതാണ് ഈ ശ്രീമതി ശിവപ്രിയ ശ്രീജിത്ത് നയിക്കുന്ന ഈ പുതിയ ടീമിന്റെ ഏറ്റവും ഉറച്ച ഒരു തീരുമാനം. താങ്ക് യു. കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, BVOC, മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ.